കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്നൊരു മൂവിക്ക് പോവാണ് കേട്ടോ. ബാരോസ് മൂവിയാണ് കാണാൻ പോയിട്ടുള്ളത്. ഞാനും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. മൂവി റിവ്യൂ ഒന്നും നോക്കാതെ ടപ്പേന്ന് ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഓൺലൈനിൽ 9 മണിയുടെ ഷോ ആണ് ബുക്കാക്കിയത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ ലിവർപൂളിലാണ് കേട്ടോ. അവിടുത്തെ സമ്മറിലെ ഒരു 8:15 സമയമാണ് കേട്ടോ ഇത്. ഒട്ടും തന്നെ ഇരുട്ടിയിട്ടില്ല. പകലിൽ നടന്നു പോകുന്ന പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു 5:30 മണി പോലെയൊക്കെ ഉണ്ട് വൈകുന്നേരം. നടന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മോളിൽ തിയേറ്ററിലാണ് പോകുന്നത്. അവിടെ ചെന്നു. നമ്മൾ ഓൺലൈനിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചിപ്സും കുറച്ച് സ്നാക്സും കുറച്ച് ഡ്രിങ്ക്സൊക്കെ കയ്യിൽ കരുതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമുക്ക് കിട്ടിയ ഗേറ്റിൻ്റെ അവിടെ ഒറ്റ മനുഷ്യരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് അകത്ത് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ആ തിയേറ്ററിൽ ഇന്ന് മൂവിക്ക് നമ്മൾ 2 പേരും മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ വരാൻ വൈകിയതാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. എവിടെ നിന്ന് ആരും വരുന്നില്ല. ലാസ്റ്റ് 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല പേടിയുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് വേറൊരു നാട്ടിൽ നിന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ പേടിക്കണം. ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ അവസാനം നമ്മളൊരു സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ബാക്കിലെ സീറ്റിൽ തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചു. മൂവി തുടങ്ങി. 3D ഫിലിമാണ്. 3D കണ്ണടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. അവിടെ നിന്നും ഇവിടെ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട് എന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ ഇൻ്റർവെല്ലിനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം മൂവിയൊക്കെ കണ്ടു തീർത്തു കേട്ടോ. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പേടിയല്ല, നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ധൈര്യം സംഭരിച്ച് ഫിലിം ഫുൾ കണ്ടു തീർത്തു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ. പിന്നെ കുട്ടികൾക്കുള്ള സിനിമയാണ്. അതുകൊണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലേ നമ്മൾ സിനിമ കാണാൻ പാടുള്ളൂ. മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി ആ വാതിക്ക് കാത്തു നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയിട്ട് വേണമായിരുന്നു അവർക്ക് ആ തിയേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ അടുത്ത സത്യം മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, ആ തിയേറ്ററിൽ മാത്രമല്ല, ആ മുഴുവൻ മോളിലും നമ്മൾ 2 പേരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഒരൊറ്റ മനുഷ്യരും ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. മൂവി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചേട്ടന്മാരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികളൊന്നും കൂട്ടാണ്ടല്ലേ വന്നത്. കുട്ടികളൊക്കെ അച്ഛന്മാരുടെ അടുത്തിരിക്കുകയാണ്. ഇറങ്ങാൻ നേരത്ത് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, നമുക്ക് തന്നെ മാനേജ് ചെയ്യാം, നമുക്ക് തന്നെ പോവാം, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴൊക്കെ മനസ്സിൽ പല ചിന്തയാണ് കേട്ടോ. തുറക്കാൻ വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ആവുമോ, നമുക്ക് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ, പിന്നെ പുറത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ, അത്യാവശ്യം ജങ്കീസൊക്കെ നിറയെയുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളുടെ പേടി നേരെ തിരിഞ്ഞു. നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു സെമിത്തേരിയാണ്. ഇപ്പോൾ ആക്റ്റീവ് ഒന്നുമല്ല, പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള സെമിട്രിയാണ്. ഇപ്പോൾ അതൊരു പാർക്ക് പോലെ ചെറിയ വാക്ക് വേ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരികയാണ്. ഇപ്പോൾ അവിടെ റെനോവേഷനൊക്കെ നടക്കുവാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സെമിട്രി എന്ന് പറഞ്ഞാൽ സെമിട്രി തന്നെയാണ്. പിന്നെ സമയം നോക്കിയപ്പോഴാണ് കറക്റ്റ് 12 മണി. പേടിക്കാൻ വേറെ വല്ലതും വേണോ? ഞങ്ങൾ ഒരു വിധത്തിൽ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, കറക്റ്റ് 12 മണി സെമിട്രി. ഇനി നാളെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായെന്നൊക്കെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ചു, ഒരാളെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സെമിട്രിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. ഒരു 12:05 ആയപ്പോൾ നമ്മളത് കവർ ചെയ്ത് പോന്നു. 12 മണിക്ക് നമ്മളവിടെ കടന്നതായിരുന്നു. എന്നിട്ട് പക്ഷെ അത്യാവശ്യം ആക്റ്റീവാണ്. സിറ്റിയൊക്കെ അത്യാവശ്യം ആക്റ്റീവാണ്. നമ്മൾ നടന്ന് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാളെ പേടിപ്പിക്കുന്നു, പുറകെ നിന്ന് ആരോ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നു. രസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുട്ടികളായിട്ടല്ലേ എല്ലായിടത്തേക്കും പുറത്തേക്ക് പോകുന്നത്. ഹസ്ബൻഡിൻ്റേതായിട്ടുള്ളൊരു സമയം നമുക്ക് കിട്ടാറുണ്ടെങ്കിലും അമ്മമാർക്ക് അങ്ങനെ ഒരു സമയം കിട്ടൽ വളരെ ചുരുക്കമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് മക്കളെയൊക്കെ അച്ഛന്മാരുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് ഒരു 2.5-3 മണിക്കൂറെങ്കിലും നമ്മളങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല ഹാപ്പിയാണ്. നമുക്കായിട്ടൊരു സമയം കിട്ടിയപ്പോൾ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെയൊക്കെ വേണം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ജീവിതം അതൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുവാണ്. 2nd ഫ്ലോറിലാണ് വീട്. നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലൊരു 12:15 ആയപ്പോഴേക്കും അതിന് മുന്നേ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തിയേറ്റർ നമുക്ക് സ്വന്തമായിട്ട് എഴുതി കിട്ടിയ പോലെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.